പോലീസുണ്ടല്ലോ ചൂടായി കളിക്കുന്നു. എന്താ പിന്നെ എന്താ കുഴപ്പം എന്താ പിള്ളേർക്ക് പണ്ടത്തെ പഠിക്കുന്ന കൊച്ചു പിള്ളേർക്ക് ആംബുലൻസിൽ കടത്തിയ 4 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് പിടികൂടി. കറബൂർ സ്വദേശി വിഷ്ണു, പുനലൂർ സ്വദേശി നസീർ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ഒരാഴ്ചയായി സംഘം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ശനിയാഴ്ച രാത്രി 7:30 പത്തനാപുരം പിടവൂർ ജംഗ്ഷന് സമീപം വെച്ചാണ് ഇരുവരും പിടിയിലാകുന്നത്. കൊട്ടാരക്കര റൂറൽ എസ് പിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘവും പത്തനാപുരം പോലീസും ചേർന്നാണ് ആംബുലൻസ് ഉൾപ്പെടെ പ്രതികളെ പിടികൂടിയത്. ആംബുലൻസിനെ പിന്തുടർന്നാണ് അന്വേഷണ സംഘം കഞ്ചാവ് സംഘത്തെ പിടികൂടുന്നത്. പുനലൂർ സ്വദേശിയാണ്. എവിടെയുള്ളവർ പുനലൂർ സ്വദേശികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രതികളെ പുനലൂരിലേക്ക് കഞ്ചാവ് കടത്തുന്നതിനിടെയാണ് സംഘം പിടിയിലായത്. പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപം സർവീസ് നടന്ന ആംബുലൻസിലാണ് കഞ്ചാവ് കടത്തിയത്. അത്യാഹിത വാഹനമായ ആംബുലൻസിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ട മുൻപും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. പരിശോധനകളോ നിയന്ത്രണങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഇത്തരക്കാരെ ആംബുലൻസ് വഴി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് പുനലൂരിൽ ആംബുലൻസ് ഡ്രൈവർമാർ ഓടനാവട്ടം സ്വദേശിയായ രോഗിയെയും ബന്ധുക്കളെയും മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായത്. തുടർന്ന് പോലീസ് ഇടപെട്ട ആംബുലൻസ് ഡ്രൈവർമാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും രജിസ്ട്രേഷനും ലൈസൻസും ഉള്ളവർ മാത്രമേ ആംബുലൻസ് സർവീസുകൾ നടത്തുവാൻ പാടുള്ളൂ എന്ന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രഖ്യാപനം നടന്നല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ ഒന്നുമുണ്ടായില്ല. ആംബുലൻസ് ഡ്രൈവർമാരുടെ ഇത്തരം പ്രവൃത്തികൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആകെ നടന്നിട്ടുള്ളത് ഒരു പരിശീലന പരിപാടി മാത്രമാണ്. രോഗികളോ മൃതദേഹങ്ങളോ ഇല്ലാതെ പോകുന്ന ആംബുലൻസ് പോലും ഉദ്യോഗസ്ഥർ പരിശോധിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കഞ്ചാവ് ഉൾപ്പെടെയുള്ള നിരവധി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആംബുലൻസ് ഡ്രൈവർമാർ വാഹനമോടിക്കുന്നതെന്നും പരാതികൾ ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ച നിരവധി തവണ രോഗികളുടെ ബന്ധുക്കളും ആംബുലൻസ് അധികൃതരും തമ്മിൽ തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവർമാർക്കിടയിൽ ഗുണ്ടാ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും വ്യാപിക്കുന്നതായും പരാതികൾ ഉയരുന്നുണ്ട്. ആളുകളെ ഭീഷണിപ്പെടുത്തുകയും രാത്രികാലങ്ങളിൽ അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതായും പരാതികൾ ഉയരുന്നു. ആംബുലൻസ് സർവീസിന്റെ മറവിലാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നതെന്നും ഈ പത്തനാപുരം മേഖലയിൽ കഞ്ചാവ് എത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രകാരം ഒരാഴ്ചയിൽ കൂടുതലായി SP അദ്ദേഹത്തിൻ്റെ സ്ക്വാഡായ ഡാൻസ് ആപ്പും ലോക്കൽ പോലീസും വളരെയധികം അലേർട്ടായിട്ട് ഇവിടെ നിരീക്ഷിച്ച് വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ DIG മാഡത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കോമ്പിംഗ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കോമ്പിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വാഹനങ്ങളും നമ്മളിന്ന് ചെക്ക് ചെയ്ത്. ഇപ്പോൾ നോർമലി ആംബുലൻസ് പോലുള്ള വാഹനങ്ങളാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാറില്ല. പക്ഷേ ഇന്ന് കോമ്പിംഗ് ഓപ്പറേഷൻ ആയതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ആംബുലൻസിൽ നിന്നും ഈ സാധനം പിടിച്ചിരിക്കുന്നത്. 2 കിലോ വീതമുള്ള 2 പാക്കറ്റുകളിലായിട്ടുള്ള 4 കിലോ കഞ്ചാവാണ്. 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു
പുല്ലൂരുകാരാണ് രണ്ടുപേരും, അല്ല ഒരാൾ ആംബുലൻസ് ഡ്രൈവറാണ്. അവരെയും പിടിച്ചെടുത്ത കഞ്ചാവും ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കും. ഈ കഞ്ചാവിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആരോപണമുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.